ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വിശ്വാസികളുടെ സമൂഹമേ, മനുഷ്യ സ്നേഹിയായിരുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളും പഠിപ്പിക്കലുകളും മാതൃകകളും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനും മുമ്പോട്ടുള്ള പ്രയാണങ്ങൾക്കും പ്രാർത്ഥനയും പ്രേരകവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിലെ ചില മാതൃകകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ച ഒരു ചിന്തയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ വികസന മാതൃകകൾ മാത്രം മനുഷ്യന് ഭൂഷണമല്ല. മനുഷ്യ കേന്ദ്രീകൃതമായ വികസന മാതൃകകൾക്ക് താക്കീത് നൽകിയ ഒരു പുണ്യവാനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. വർത്തമാന കാലഘട്ടത്തിൽ വികസനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ വിവേകമുള്ള ഹൃദയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നന്മയേത് തിന്മയേത് എന്ന തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കാത്ത ജീവിത വഴികളിൽ ഉഴലുകയാണ്. ലോകത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു ശലോമോൻ. അദ്ദേഹത്തിന് ദൈവം ഒരു വരം കൊടുത്തപ്പോൾ ചോദിച്ചത് നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവെനിക്ക് നൽകണമേ എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നന്മയേത് തിന്മയേത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു. വർത്തമാന കാലഘട്ടത്തിൽ വികസനങ്ങൾ ഏറെ വരുമ്പോൾ, സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ, സൗഭാഗ്യങ്ങൾ കൂടി വരുമ്പോൾ, മനുഷ്യ കേന്ദ്രീകൃതമായ നിർമ്മാണങ്ങൾ കളം പിടിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ മനുഷ്യ സ്വഭാവവും ദൈവബന്ധവും ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശവും ഒക്കെ നമുക്ക് കൈമോശം വന്നുപോയോ എന്ന് ചിന്തിക്കണം. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് നീ തോട്ടം സംരക്ഷിക്കണമെന്നുള്ളത്. തോട്ടത്തിൻ്റെ കാവൽക്കാരായിരുന്നു. തോട്ടത്തിൻ്റെ കാവൽക്കാരിൽ നിന്ന് തോട്ടത്തിൻ്റെ ഉടമസ്ഥരെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയപ്പോൾ ഉടമസ്ഥരിൽ നിന്ന് ഉടമയിലേക്കുള്ള വളർച്ച മനസ്സിൽ ഉണ്ടായപ്പോഴാണ് അവർ ഏദനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം, നമ്മളെ ദൈവം സൃഷ്ടിച്ചാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നമ്മൾ വഴിമാറിപ്പോയി നമ്മുടേതായ ചില കാഴ്ചപ്പാടുകൾ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം നമ്മൾ ഉടമകളാണെന്നുള്ള ചിന്തയും, ഉടമകൾക്കും അപ്പുറം നമ്മൾ ഉടമയെപ്പോലെ തന്നെയാകണമെന്നുള്ള ചിന്തയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഒരപകടത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവത്തിനാണ് പ്രഥമ സ്ഥാനം. എന്നാൽ ഇന്ന് വിശ്വാസികൾക്കും സഭാസ്ഥാനികൾക്കും പ്രവർത്തകർക്കും അവരാണ് ഒന്നാമത്തേതും എന്നുള്ള ചിന്തയാണ്. വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും നമ്മളാണ് ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരും പ്രഥമഗണനീയരുമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയി. മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനോ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുവാനോ നമ്മൾ തയ്യാറല്ല. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നമ്മൾ നടത്തുന്നത്. അവിടെയാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി പറയുന്നത്, നമ്മുടെ ഈ അഹങ്കാരവും നമ്മുടെ ഈ ആഗ്രഹങ്ങളും നമ്മുടെ മനുഷ്യ കേന്ദ്രീകൃതമായ ഈ വികസന മാതൃകകളും ഒക്കെ ചില താക്കീതുകൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത്. ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും കൂടെ ജീവിക്കുന്നു എന്ന കർത്താവിൻ്റെ മറുപടി ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതമാണ്. അപ്പത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും മാത്രം നാം ജീവിക്കുമ്പോൾ
നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അതിനുവേണ്ടി മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ സഭയിലും സമൂഹത്തിലുമുള്ള സ്ഥാനങ്ങളൊക്കെ അപ്പത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രം ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനി വഴി ക്രിസ്തു നമ്മോട് പറയുകയാണ്, മനുഷ്യ കേന്ദ്രീകൃതമായ ഈ സ്ഥാനങ്ങളും മാനങ്ങളും വികസനങ്ങളും പദവികളുമൊക്കെ നീ സെക്കൻഡറി ഗ്രേറ്റ്നെസ്സായി മാറ്റിവെക്കണം. പ്രൈമറി ഗ്രേറ്റ്നെസ് ദൈവാന്വേഷണമാകണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിക്ക് വേണ്ടിയുള്ളതാകണം. ദൈവത്തോടൊന്നിച്ച് സഹവസിക്കുന്നതാകണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാകണം. ദൈവത്തിന് സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നതാകണം. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നതാകണം. അതിനപ്പുറമുള്ള നിന്റെ സ്ഥാനങ്ങളും മാനങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളും ജഡത്തിൻ്റെ പ്രവർത്തികളുമൊക്കെ നാശത്തിലേക്ക് പോകുമെന്ന് തമ്പുരാൻ ഓർപ്പിക്കുന്നു. ഒപ്പം തമ്പുരാൻ്റെ ആ ഭാവം ജീവിതത്തിൽ പകർത്തിയ പരിശുദ്ധ പാമ്പാടി തിരുമേനിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അനുകൂലമാണ്. എല്ലാം അനുകൂലമായിട്ട് വരും. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടുത്തിയാൽ മതി. റോമരുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി ജീവിച്ചിരുന്ന താബോർ മലയിൽ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. ആടുകളും മാടുകളും പ്രാവുകളും നായ്ക്കളും പൂച്ചകളും മാവും പ്ലാവും എല്ലാമുള്ള ഒരു ശാന്തസുന്ദരമായ ഒരു പ്രാർത്ഥനാലയം. അതാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി കെട്ടിപ്പടുത്തത്. ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങളുടെ നിർമ്മാണങ്ങൾ മാത്രം നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ളൊരു സമ്മേളനം അനിവാര്യമായിരിക്കുന്നു എന്ന് പരിശുദ്ധ പാമ്പാടി തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പോയി, പ്രാർത്ഥിക്കുവാനായിട്ട് കടൽ തീരത്തേക്ക് പോയി, വേറിട്ട് പ്രാർത്ഥിക്കുവാനായി ഏകാന്തതയിലേക്ക് പോയി, നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തതയുടെ ഉറവിടം തേടിയ ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന നായ്ക്കൾക്കും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന പൂച്ചകൾക്കും വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നു. അവയ്ക്കും ആഹാരം കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ജലപ്രളയം ഉണ്ടായി ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചപ്പം നോഹയോട് പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞ ദൈവം ഈ ലോകത്തിലുള്ള ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ എല്ലാ മൃഗജാലങ്ങളിൽ നിന്നും ശേഖരിച്ച് പെട്ടകത്തിനകത്ത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നിനെയും നശിപ്പിക്കുവാൻ അവകാശമില്ല. ലോകത്തിൻ്റെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ പ്രകൃതിയുടെ കാവൽക്കാർ മാത്രമാണ്. ഉരുണ്ട ഭൂമി, മൺഭൂമി, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മളിവിടെ ഒരു വാടകക്കാരാണ്. കുറേ നാൾ മാത്രം താമസിക്കുന്ന ഒരു സത്രത്തിൽ താമസിക്കുന്ന വാടകക്കാർ. നമ്മളിത് വിട്ടുപോകും, വിട്ടുപോയേ പറ്റൂ. പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് ആ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ജീവിച്ച നാടിനെ, ചുറ്റുപാടുകളെ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ, പ്രസാദകരമായ രീതിയിൽ, പ്രകൃതിയെയും പ്രകൃതി വസ്തുക്കളെയും ഒരു പരിധിവരെ ചൂഷണം ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിച്ച് സഹജീവികളെയും എല്ലാം കരുതി അവർക്കും ആഹാരം കൊടുത്ത് മനുഷ്യ കേന്ദ്രീകൃതമായ വികസന മാതൃകകൾക്ക് ഒരു താക്കീത് നൽകി ഈ ലോകം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം നമുക്ക് നൽകി ജീവിച്ച ഒരു പുണ്യപിതാവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. അപ്രകാരം മണ്ണിനോട് മല്ലടിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പറമ്പിൽ പണിയെടുത്ത നമ്മുടെ മാതാപിതാക്കളുടെ ഓർമ്മകൾ നഷ്ടപ്പെടുത്താതെ മണ്ണിൽ കാലുകുത്തി അധ്വാനിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ കരുതുവാനും മൃഗജാലങ്ങളെ സംരക്ഷിക്കുവാനും വളർത്തുവാനും ഉള്ള ഒരു കാഴ്ചപ്പാട് അത് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് എന്ന് തോന്നുന്നു
പരിശുദ്ധ പാമ്പാടി ദേറായിൽ ഇന്നും പശുക്കളെയും ഒക്കെ വളർത്തുന്ന ഒരു പാരമ്പര്യ രീതി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പുണ്യവാന്റെ പ്രാർത്ഥനയും അതിന് നിദാനമായി തീർന്നിട്ടുണ്ട്. വികസനത്തിൻ്റെ നാൾവഴികളിൽ, വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ വേളകളിൽ നമുക്ക് ദൈവം നൽകിയ ഈ പുണ്യമായ സുന്ദരമായ ഈ ഭൂമിയെ നശിപ്പിക്കാതെ കാത്ത് സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് തലമുറകൾക്ക് സംവേദിപ്പിക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.